ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നല്ല നാടൻ അടുക്കള. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു തനി നാടൻ മീൻ പീരയാണ്, അല്ലെങ്കിൽ മീൻ പീര വറ്റിച്ചത് എന്നും ചില സ്ഥലങ്ങളിൽ പറയാറുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണിത്. അപ്പോൾ നമുക്കിതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 1/2 കിലോ മത്തിയാണ്, അഥവാ ചാള. നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 10-12 ചെറിയ ഉള്ളിയും 3 പച്ചമുളകും 3 തണ്ട് കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മീൻ പീരയ്ക്ക് ആവശ്യമായിട്ടുള്ളത് പുളിവെള്ളമാണ്. അതിനു വേണ്ടിയിട്ട് കുറച്ച് പുളി എടുത്ത് വെള്ളത്തിൽ കുതിർത്തിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പകുതി തേങ്ങ ചിരവിയതും 1 ടേബിൾ സ്പൂൺ ജീരകവും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പുമാണ്. ഇനി നമുക്ക് മീൻ പീര ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനു വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചിരകി വെച്ച തേങ്ങയും 3 പച്ചമുളകും തോല് കളഞ്ഞ ചെറിയുള്ളിയും കൂടി ഒന്ന് അരച്ചെടുക്കാം. നന്നായിട്ടൊന്ന് അരിഞ്ഞുകൊണ്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്ന പോലെ എടുക്കാം. പിന്നെ അതിലേക്ക് ഒരല്പം ജീരകവും കൂടി ചേർത്ത് ഒന്നുകൂടി വീണ്ടും അരിച്ചെടുക്കാം. ഇനി ഒരു മൺചട്ടി അടുപ്പത്ത് വെക്കാം. മൺചട്ടി തന്നെ വേണമെന്നൊന്നും നിർബന്ധമില്ല കേട്ടോ. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു പാത്രം മതി. ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ നന്നായി വൃത്തിയാക്കി വെച്ച മീന് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ജസ്റ്റ് അത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് അടച്ചു വെച്ച് മീന് നന്നായി വേവിക്കാം. പുളിവെള്ളം നന്നായി തിളച്ച് മീനൊക്കെ ഒന്ന് വെന്ത് വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. മീനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് അടപ്പ് തുറന്നിട്ട് നേരത്തെ അരച്ചു വെച്ച അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി അടച്ചു വെച്ച് ഒരു 3 മിനിറ്റ് വേവിക്കണം. അരപ്പൊക്കെ മീനിലേക്ക് പിടിച്ച് നന്നായിട്ടൊന്ന് വെന്ത് വരണം. നമുക്ക് അടപ്പൊന്ന് തുറന്നു നോക്കാം. മീനൊക്കെ വെന്ത നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി അടുപ്പത്ത് നിന്ന് മാറ്റിവെക്കാം. നല്ല തനി നാടൻ രീതിയിലുള്ള ഒരു റെസിപ്പിയാണിത്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് നിങ്ങളെ അഭിപ്രായം പറയണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ ബൈ.